അതിനകത്ത് കയറിയിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും അവിടെ പോവാ. നമ്മൾ ടാറ്റ പോകുവാണോ? എവിടാ പോണേ? എവിടെ പോന്നു? അവിടെയാ പോണേ? ആ പച്ച കണ്ട റോളക്സിന്റെ ടവർ. കണ്ട്. അവിടെ പോവാ. വണ്ടി തിരിക്കണ്ടേടാ. നമ്മളെ തിരിച്ചല്ലേ കൊണ്ടുപോകുന്നത്? അതല്ല, റോളക്സ് അപ്പുറത്ത് കാണിച്ചിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുപോയപ്പോ കൊച്ചിന് സ്വാഭാവികമായിട്ടും ഡൗട്ട് വരുമല്ലോ. അതെ. അയ്യോ, നല്ല രസമുണ്ടല്ലേ. ഞങ്ങള് ക്രൂയിസിങ്ങിന് പോവാ കേട്ടോ. 2 hours കപ്പലിൽ കയറാനായിട്ട് പോവാണ് മളുക്കുട്ടി. അതെ, എന്നോട് ഇതുവരെ പറഞ്ഞില്ലായിരുന്നു, ഇപ്പഴാ പറയുന്നത് കേട്ടോ. ഞാൻ ഉറങ്ങി എണ്ണീറ്റിരുന്നപ്പോ എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഉടുപ്പിട്, വാ നമുക്ക് പോവാന്ന്. അങ്ങനെ എന്റെ പ്ലാനുകളൊക്കെ പെട്ടെന്നായിരിക്കും. അതുകൊണ്ട് രണ്ടുപേരും ചാടി ഉടുപ്പിട്ടു, അന്നേരം ചാടി ഇറങ്ങി. പെട്ടെന്ന് ഉടുപ്പിട്ടു, ഇങ്ങ് പോന്നു. പെട്ടെന്ന് ഉടുപ്പിട്ടു, ഇങ്ങ് പോന്നെന്ന്. ഒരു ചായയൊക്കെ കുടിച്ചാ തുടങ്ങി. പിന്നെ സമയം പോയതുകൊണ്ട് ഞങ്ങൾ ഓടി. അതെ, ഇവിടെ ഇപ്പൊ ചൂട് തുടങ്ങി കേട്ടോ. ചൂടാ. ഈ പറഞ്ഞാലും തന്റെ റോളക്സ് ഇന്ത്യയാടോ. റോളക്സ് അവിടെയാണോ? റോളക്സ് അവിടെയാ കേട്ടോ. കാണുന്ന പച്ചയാ. കേക്കാവോന്ന് അറിയത്തില്ലല്ലോ. എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. റോളക്സിന്റെ വാതിക്ക് എത്തി. ആണോ? എന്നാണ് കുനിഞ്ഞു നോക്കിയിട്ടൊക്കെ പോണേ? അയ്യോ, ഇവിടെ എല്ലാ റൂമിലും വെട്ടമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണാനൊക്കെ നല്ല രസം. റൂമിലോ? അല്ല, ഈ ഫ്ലാറ്റിന്റെ ഒക്കെ റൂമിൽ വെട്ടമിട്ട് വെക്കൂല്ലോ. അപ്പോഴല്ലേ പുറത്തുനിന്ന് നോക്കുമ്പോ നമുക്ക് നല്ല രസമല്ലേ? അത് ശരിയല്ലേ? ശരിയാ. എന്റെ ദൈവങ്ങളെ, പൊട്ടത്തരത്തിനെല്ലാം കൂട്ടി വെക്കുന്നേ. ഇവിടെ സാധാരണ കപ്പലൊക്കെ കിടക്കുന്നത് ഇന്നൊന്നും കാണുന്നില്ലല്ലോ. രണ്ടുപേരെയും കൂട്ടിട്ട് വന്നിട്ട് എന്തിയേ? നമുക്ക് പോകാൻ വണ്ടിയില്ല. എന്നെ കൂട്ടിയിട്ട് വന്നിട്ട് കപ്പലില്ലെന്ന് പറഞ്ഞ. ആണോ? ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും എന്നോട് പറയാഞ്ഞേ? ഒരുങ്ങിക്കോന്ന് പറഞ്ഞാ ഒരുങ്ങിക്കോ. ഓഹോ, രണ്ടുപേരും ഒന്ന് കാണിച്ചേ. നിങ്ങൾ ഒരിടത്ത് നിൽക്കും മനുഷ്യത്തി. ഇതുണ്ട് രണ്ടുപേര് പാവാടയൊക്കെ ഇട്ട് ഇറങ്ങിയേക്കുവാ. കുട്ടിപൂടം മോനെ കാണിച്ചു കൊടുത്തേ. മോനെ കാണിച്ചു കൊടുത്തെന്ന്. മോൻ്റെ സാധാരണ ഉടുപ്പ് ഇട്ടോണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെന്നാന്നറിയാമോ മോനെ? മോൻ വേറെ ഉടുപ്പൊക്കെ ഇട്ടത്. അപ്പം ഞാൻ വേറെ പറപ്പിച്ചു. അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അന്നേരം വേറെ മാറ്റിയൊക്കെ ഇട്ടിട്ട് പതുക്കെ ഇറങ്ങി. അല്ലേടോ? നല്ല രസമുണ്ടോ? കാറ്റൊക്കെ അടിച്ച്. തണുത്ത കാറ്റാ. ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഓഫായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്തു കുറച്ച് നേരം ഉറക്കമൊക്കെ കഴിഞ്ഞ് 3 പേരും കൂടെ ഇറങ്ങി നടക്കാനായിട്ട് ഇറങ്ങിയതാ കേട്ടോ. ഇതാടോ? ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. പൊന്നൂസാണ്. ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പൂതി തോന്നുമ്പോൾ ഞങ്ങൾ നടക്കാൻ ഇതിലെ വന്നിട്ട് അതുക്ക് തന്നെ ബോട്ടിൽ കയറിയിട്ട് ഒരു 2 hours ക്രൂയിസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് വീട്ടിൽ പോകും. അങ്ങനെ ഞാൻ 4 or 5 ഒക്കെ ആയി. ഇടയ്ക്കിടയ്ക്ക് അതായത് നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. മൈൻഡ് ഫ്രീ ആകുക, റിലാക്സ് ചെയ്യാം. അപ്പം നമ്മളങ്ങനെ അങ്ങ് പോകുന്നതാ. നല്ലതല്ലേ? നല്ല നമ്മൾ വന്നു കേട്ടോ അടുത്ത്. അയ്യോ, ഈ ഇതിൻ്റെ ഇതൊക്കെ പറഞ്ഞ് കേട്ടുന്ന ആളാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ വൈഫൈ കിട്ടോ? ചെയ്യണ്ടേ?
അല്ലേ? അങ്ങനെയല്ലേ ഇപ്പോൾ വിചാരിച്ചത്? അതെ. എന്തിനോ വേണ്ടി അവിടെ പോയി നിൽപ്പുണ്ട്. എന്തിനാന്നറിയത്തില്ലല്ലോ. ടിക്കറ്റിൻ്റെ ആയിരിക്കും അല്ലേ? ആ അതെ അതെ അതെ. പിന്നെ എവിടെ? ആ മണ്ടേല് ഞാൻ കണ്ടില്ല. ദൈവമേ, ഇത് കണ്ടുവരുമ്പോ നാളെയാവും. കൊള്ളാം കേട്ടോ. ഞാനിത് ബാക്കിലോട്ട് നടക്കുന്നവരും ഇതിന് നീട്ടം കൂടുതലാ. എന്ത് ചേച്ചി, ഞാൻ പെട്ടെന്ന് ഓടിപ്പോയപ്പോ ഞാൻ ഓർത്ത് എന്തിനാ പോയെന്ന്. എന്നിട്ട് ശരിയായോ? കയറി പോവാണോ? എന്നെ കെട്ടുന്നില്ല. ഉമ്മ കയറുന്ന വീഡിയോ എടുക്കാവോ? ഞാൻ കയറുന്ന വീഡിയോ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. പപ്പയും അമ്മയൊക്കെ വന്നപ്പോൾ വീഡിയോ എടുത്തതല്ലേ, അപ്പോൾ കൊച്ചിനും ആഗ്രഹം കൊച്ച് കയറുന്നതും വീഡിയോ എടുക്കണമെന്ന് അല്ലേടോ? പപ്പയും അമ്മയൊക്കെ വന്നപ്പോൾ വീഡിയോ എടുത്തില്ലേ? അപ്പോൾ കൊച്ചു കയറുന്ന വീഡിയോ കൊച്ചിന് എടുക്കണമെന്ന് ആഗ്രഹമല്ലേ? ആ, താഴെ ഇരിക്കണം മുകളിൽ ഇരിക്കണം? ആ, എന്നാ പൊക്കോ. ആ ആ, അവർക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ ഇതിനൊക്കെ പോകാനായിട്ട്. ഞങ്ങളങ്ങനെ ഇതിനകത്ത് കയറിയിരിക്കും. സൈഡ് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. സൈഡ് സീറ്റൊക്കെ കിട്ടി കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല രസമുണ്ടോ? നല്ല രസമുണ്ട്. പക്ഷെ ഭയങ്കര ചൂടാണ്. പക്ഷേ ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. ആൾക്ക് അന്ന് ഇത്ര ഇല്ലായിരുന്നു. ആണോ? പപ്പായ അമ്മ വന്നപ്പോൾ ഇത്ര ആൾക്കാരില്ലായിരുന്നു. അപ്പം ഞാനാണോ ഭാഗ്യവതി? ഇത്ര ആൾക്കാരെ കാണാൻ പറ്റിയില്ലേ? ഞാൻ ഓർത്തു ഒത്തിരി തിരക്ക് കാണത്തില്ലായിരിക്കും. ആണോ? വിളിച്ചപ്പോഴാണല്ലോ സ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഒത്തിരി തിരക്ക് കാണത്തില്ലായിരിക്കും ഓർത്തു. നമ്മുടെ കൂട്ടത്തിൽ വന്ന മുതൽ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. 3 പേരും കൂടെ ഫ്രെയിമിൽ കിട്ടാനായിട്ട്. വെൽക്കം ഡ്രിങ്ക്. ചിയേഴ്സ്. ആ ചിയേഴ്സ്. ഞാൻ എടാ കുടിച്ചിട്ട് ചിയേഴ്സ് വെക്കാതെ. ഭയങ്കര പുളിയാണ് ശരിക്കും. ശരിയാ. ആ, നാരങ്ങ മുട്ട ആണോ? നാരങ്ങ മുട്ടായിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ടെപ്പിക്കത്തിരിക്കുന്ന നാരങ്ങ മുട്ടായി അവിടെ ഇരിക്കുവാണല്ലോ. ഞാൻ പുളിമുട്ടായി തിന്ന് തീർക്കാറാക്കി. തീർത്തില്ല ഉണ്ട്. മൊത്തം തിന്നില്ല. അതവിടെ ഇരിപ്പുണ്ട്. എൻ്റെ കൊച്ചു ചുണ്ടരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സുന്ദരിയല്ലേ? അയ്യോ, കുളിക്കാൻ പോയിട്ട് അവിടെ വീഡിയോ എടുക്കത്തില്ലേ? സുധി, മീൻകുട്ടി, പിന്നെ മറ്റേ പോത്തിന്റെ വീഡിയോ അതായത് പപ്പയുടെയും അമ്മയുടെയും ഷോർട്ട് വീഡിയോസിൻ്റെ ഫാനാണ് ചേച്ചി. അവരുടെ രണ്ടുപേരുടെയും കോമഡി വീഡിയോസിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. പപ്പ മറ്റേ പോസ്റ്റ് ചെയ്തിട്ട് കിട്ടിയോന്ന് ചോദിക്കുമ്പോ പപ്പ ചേട്ടായി മറ്റേ പോത്തിനെ ഇടുന്നത് ഇവിടെ അതൊക്കെ. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് വരുമെന്ന് രണ്ടുപേരും വിചാരിച്ചില്ല. ഞാൻ അതുപോലെ ഓർമ്മയില്ലായിരുന്നു കിടന്ന. ഞാൻ ഓരോരുത്തരും പോത്തില്ലായിരിക്കും. ഇനിയിപ്പോൾ നാളെ ഡ്യൂട്ടി ഉണ്ടല്ലോ. ഇപ്പം നാളെ പോക്കില്ല. ഇനി 5-6 ദിവസം കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോവുള്ളായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. ഓരോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എനിക്ക് ഭയങ്കര ബോധമുണ്ടായിരുന്നു. ഞാൻ എത്ര മണിക്കൂർ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുന്നതല്ലേ? പിന്നെ നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്ന ഞാൻ വീട്ടിൽ കുത്തി ഇരുന്നിട്ട് താൻ ഉറങ്ങുന്നതനുസരിച്ച് തനിക്ക് നഷ്ടങ്ങളാണ്, അറിയോ? ഞാൻ എല്ലാവരും കണ്ടിട്ടില്ലേ വന്ന് കിടന്നു. പക്ഷേ നാളെ ഫുൾ ഡ്യൂട്ടി. അത് കഴിയുമ്പോൾ 2 ദിവസം നൈറ്റ് അല്ലേ? അപ്പോൾ പകൽ എവിടെയെങ്കിലും അടുത്ത് പോകാൻ പറ്റും.
ആലോചിക്കാം. ഇന്നലെ ഒരു ദിവസം അമ്പലത്തിൽ ഇന്നലെ ഒരാള് എന്നോട് ഫ്രെയിം കാണാൻ പോവാന്നൊക്കെ പറഞ്ഞ് ഫ്ലാറ്റിന്റെ താഴെ ഇറങ്ങി കണ്ടോ. എന്നിട്ട് എന്തിയടാ ഫ്രെയിം ഓടിപ്പോയി. ഞാനോർത്ത് ഫ്രെയിം കണ്ടിട്ട് രാത്രിയായപ്പോൾ വന്നിട്ടുണ്ടാവും. എന്നെ ഫ്രെയിം പോയിട്ട് ഒന്നും കാണിച്ചില്ല. ഞങ്ങൾ അവിടെ ചെന്നത് ടാക്സി ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ലായിരുന്നു. നമ്മൾ റീഷെഡ്യൂൾ ചെയ്തു. കുറച്ച് സാധനമൊക്കെ മേടിച്ചോണ്ട് റൂമിൽ കൊണ്ട് വെച്ചിട്ട് വിറകിറക്കി തിന്നിട്ട് കിടന്നങ്ങ് വാങ്ങി. പിന്നെ അല്ല അതുപോലെ നമ്മൾ പോകാൻ പോണേ പാട്ടൊക്കെ ഇട്ട് ഈ ഇതിന്റെ പേരെന്തുവാ? ഇവരുടെ ശരിക്കുള്ള പേരാ അലവേ എന്ന് വെച്ചാൽ അയ്യോ എന്നാ തിരിയാടപ്പ. ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ എനിക്ക്. ചില കള്ളന്മാര് എൻ്റെ വാൾപേപ്പർ കണ്ടുപിടിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ കമത്തി വെക്കുന്നു. എൻ്റെ വാൾപേപ്പർ ഇന്നാള് ആരാണ്ടോ കണ്ടുപിടിച്ചതാ. എന്നിട്ട് കമന്റ് വന്നതാ, പൊന്നുന്റെ വാൾപേപ്പർ താൻ കണ്ട് സൂപ്പറാന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാൾപേപ്പർ കമത്തി വെച്ചേക്കുന്നു. പിന്നെ ഇന്ന് പപ്പാനെ അമ്മേനെ വിളിച്ചില്ലായിരുന്നു. എൻ്റെ ദൈവമേ, ഇന്ന് രാവിലെ അമ്മ എന്നെ രാവിലെ എഴുന്നേക്കാത്തതിന് തെറി പറയുമെന്ന് ഓർത്ത് അമ്മ എന്നെ രാവിലെ വിളിച്ചു. ഞാൻ ഫോൺ അടിച്ചത് പോലും അറിഞ്ഞില്ല. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ എന്തോ തിരക്കായിരുന്നു. എന്നിട്ട് കുറേ തവണ വിളിച്ചിട്ടുണ്ട്. അതല്ല, നമ്മൾ അടുക്കളയിലായിരിക്കുമ്പോൾ റൂമിലല്ലേ ഫോണ്, അപ്പോൾ കേൾക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വിളിച്ചിട്ടില്ല. 2 ദിവസമായി വിളിച്ചിട്ട്. അതല്ലേ വിഷയം. പാവങ്ങള് കൊച്ചുമായിട്ടൊരു അറിവില്ലെന്ന് പറയുമല്ലോ. അയ്യോ, കഴിഞ്ഞ ദിവസം അന്ന് നമ്മൾ ഫസ്റ്റ് പാർക്കിൽ വന്നപ്പോഴേ മറ്റേ ബിഗ് ബോയുടെ സോങ് ഒക്കെ ഇട്ട് ഇതുപോലത്തെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൊച്ചിനെ കേട്ടാന്ന് പറഞ്ഞില്ലേ. കുറച്ചു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഷോ ഒക്കെ ഉണ്ട്. എന്നാ ഷോ ഉണ്ട്? ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഡാൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ ഡാൻസ് രണ്ടുപേരും കൂടെ ഇറങ്ങി ഡാൻസ് കളിക്കും. ഞാൻ വീഡിയോ എടുത്തു. രണ്ടും കൂടെ ഇവിടെ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടിയാൽ മാത്രമേ ഞാൻ കളിക്കുള്ളൂ. എനിക്ക് ചിലപ്പോൾ ഉറക്കം വരും കേട്ടോ. ഞാൻ ഉറങ്ങിപ്പോയി എന്നെ വിളിച്ചോണ്ട് വീട്ടിൽ പോണേ. മോനെ ഇത് പറഞ്ഞ പോലെ ഇന്ന് കണ്ണാടി എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എന്നെ ഫ്ലാറ്റ് എത്തിക്കുമെന്ന് എനിക്കറിയത്തില്ല. കണ്ണ് കാണാങ്കിലല്ലേ, ദൂരക്കാഴ്ചയില്ലെന്നേ ഉള്ളല്ലേ. അല്ല ഉണ്ട്, ഞങ്ങൾക്ക് കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല. ഗോൾഡ് സൂക്കി പോയപ്പോൾ കുഞ്ഞൊരു എലി പോകുന്നത് വരെ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയുന്നത്. തലവേനക്ക് വെക്കുന്നു. താൻ ആരെയാ ഓട്ടൊക്കെ ഇട്ട് നോക്കുന്നത്? തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടെ കൂട്ടുകാരെയൊക്കെ കിട്ടിക്കേട്ടോ. അവര് വേറെ രാജ്യക്കാരാണ്. അവരെ കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ അവരെ കാണിക്കുന്നില്ല. മെഹന്തി ഇട്ട് കൊടുക്കുന്നു. മെഹന്തി ഇട്ട എങ്ങനെ താൻ കഴിക്കോ ഫുഡ്? ഈ കയ്യിലിട്. ഇപ്പൊ വേണ്ട, പിന്നെ ഇട്ടാലും. ആ ഗോൾഡ് സൂക്കില് പോരുമ്പോ കേറാൻ നിക്കത്തില്ലേ, അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നല്ല വലിയ ഡിസൈനിലൊക്കെ ഇട്ട് കൊടുക്കണം ഞാൻ കണ്ടായിരുന്നു. എനിക്ക് അവിടെ വെച്ചിട്ട് കൈ നിറച്ചിട്ട് ഇട്ടുതരാം. ഇവരോളം വെക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇറങ്ങി ഡാൻസ് ഒക്കെ കളിക്കാം കേട്ടോ. അതെ കൂടെ ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ വൈബ് വന്നത്. അതെ വന്നപ്പോഴേ ഭയങ്കര വർത്താനം പറച്ചിലൊക്കെ. ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് Pastora, nurse. Hospital? Hospital. Yeah, hospital. Very good. Thank you.
And this is my friend. This is my sister. That's my friend. ഫ്രണ്ടോ? Friend sister. Yeah. She said. This is sister and this is friend. Same. Same. Welcome to Ooty. Nice to meet you. Single. I'm single. No marriage. Single. Sister. No, she is visit visa. Only for 1 month. She will go back. Miguel, on va te devais se jouer ce pas. വണ്ടി പോയി തുടങ്ങി. വല്ല അറിഞ്ഞോ? വണ്ടി പോയി തുടങ്ങി. പയ്യെ പോന്നല്ലേ? ആ ഇത് പതുക്കന്നെ പോന്നെ. ആണോ? അതറിയണമെങ്കിൽ റോളക്സ് നോക്കിയാൽ മതി. ശരിയാ, നീ പോന്നാണ്. അവിടെ ചേട്ടന്മാര് ലിക്കറൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ എനിക്കിവിടെ സൂപ്പർ ഒരു ഫാമിലീനെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് എൻ്റെ ഭാഷയും എനിക്ക് അവരുടെ ഭാഷ അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര കമ്മ്യൂണിക്കേഷന്. മിണ്ടാൻ തുടങ്ങി. അപ്പച്ചൻ എന്നോട് ചോദിച്ചു എന്നെ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതാ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഇതിൻ്റെ ജോലി എത്രയാണ്, അപ്പം എൻ്റെ ശമ്പളം എത്രയാന്നൊക്കെ ചോദിച്ചു. അപ്പം അവരുടെ നാട്ടിലായത് എത്ര കിട്ടും എന്നൊക്കെ ഇതെടുത്ത് വെച്ച് നോക്കി. അന്നേരം എന്നോട് ചോദിച്ചു വീട്ടിൽ എത്ര അയക്കും, എനിക്കിവിടെ എത്രയാ ചിലവ് വരുന്നത്, നീ തനിച്ചാണോ താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടോ, അപ്പം അവരുടെ നാട്ടിൽ എത്ര കിട്ടും ഇതൊക്കെ സേവിങ്സ് എന്നൊക്കെ നോക്കുക കേട്ടോ. ആള് പുലിയാണ്. എല്ലാം കണ്ടുപിടിച്ചു. പിന്നെ അവർ വേറെ നാട്ടുകാരായതുകൊണ്ട് അവർക്ക് ഭാഷയുടെ ഒരു പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പച്ചനിപ്പം തകർത്തേന്. എടാ കൈ ചൂണ്ടിയപ്പോ അങ്ങ് മാറിപ്പോയതടാ. പക്ഷെ അവര് പറഞ്ഞല്ലോ മുഖം രണ്ടുപേരുടെ ഒരുപോലാന്ന്. ഞാൻ പോടോ. അതല്ല പാവമുണ്ട്, അരമണിക്കൂറായി ഇതുവരെയായിട്ട് അത് നോക്കിക്കഴിഞ്ഞില്ല. ഇപ്പോഴും ഇരുന്ന് കുത്തു. എവിടെ തുർക്കിഷ് അതല്ലേ? കോപ്പിറൈറ്റ് വരും കേട്ടോ. അപ്പച്ചനെ പിന്നെ പറയാം. ഇതിന് എടുക്കുന്നതിന് കുഴപ്പമില്ല. ആണോ? ഇത് മറ്റതല്ല. എടുക്കുന്നതിന് കുഴപ്പമില്ല. ഡാൻസ് കളിക്കണോ? കണ്ടിട്ടുണ്ടോ നേരിട്ട്? പക്ഷെ ഇവിടുത്തെ അതല്ലേ? പക്ഷെ ഇവിടുത്തെ താരത്തിനകത്തെ പല പല സാധനങ്ങളുണ്ടല്ലോ, മാന് അങ്ങനെയുള്ളതൊക്കെ. എന്റെ കൊച്ചിന്റെ മുടിയൊക്കെ അങ്ങ് പറക്കുക. ഇരിക്കുന്നുണ്ട്. ഞാൻ ഓർത്ത് എനിക്ക് മാത്രമേ പറ്റുള്ളൂ. ഇക്കറിക്കുന്ന എല്ലാത്തിനും ഉണ്ടാവും. ഒരാള് പറയാട്ടോ, അതെ ആ പോകുന്ന ബോട്ട് നല്ല പോലെ അലങ്കരിച്ച് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുവാ, നമ്മുടെ ബോട്ട് മാത്രം അലങ്കരിച്ചിട്ടില്ലെന്ന്. നമ്മൾ മുകളിൽ ഇരിക്കുന്നോണ്ട് കാണാത്തതാ. നമ്മുടെ ഉണ്ട് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ അല്ലേ. അയ്യോ സൈത്താനെ അയ്യോ സൈത്താനെ എന്നാണോ പാടുന്നേ? ഈ പാട്ട് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, മനസ്സിലാകുന്നില്ല.
അഭ്യാസം കാണിച്ച് കുട്ടമ്മോന്റെ ഫോൺ വല്ലതും താഴെ പോയാൽ തീർന്ന് കളാസ്. നമുക്ക് പോവാം, ഫുഡ് എടുക്കാം. ആ കുടിച്ചു നോക്കിട്ട് കഴിച്ചാൽ മതി. ആ ഫുഡ് റെഡി. കേട്ടോ ഫോർക്കില്ല കഴിച്ചോക്കെ. അടിപൊളിയല്ലേ? ഇതെന്തിന്റെ അടി കൂടി നമ്മൾ പോണേ? लड़ जावे ओ जिसे देख दिल मेरा पीछे पीछे पड़ जावे दिल में ये तेरे घर कहीं और गुजर ये रातें करना जो तुझी दफा पहली बार कर जावे మల్టీప్లెక్స్ లోని ఆడియన్స్ లాగా మౌనం కొన్నాగాని అమ్మో లోన దండనగా జరిగిందే నమ్మో దిమ్మ తిరిగిందే మైండ్ లెస్సమ్మో ఖుదా తో బాల్ దే తేరే బాదలోं को मेरा यार हंस रहा है बारिश की जाए यार हंस रहा है बारिश की जाए നല്ല രസമുണ്ട് കാണാൻ. പുറകിലൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഇവന്മാര് വേലയ്ക്ക് പോയോ എന്ന് ചോദിക്കുന്നു. പോകത്തില്ലടാ, ഞങ്ങള് പോകത്തില്ലോ. നാളെ തൊട്ട് പോക്കോളാം. മാളുകുട്ടി കണ്ണും തള്ളി ഇരിപ്പുണ്ട് കേട്ടോ.
तेनू देख देख के मुंडे पड़ते होके लगा के रखती है मीना मैडम से सूती लगती है അതെ സ്വന്തം അച്ഛനെ പോലെ കളിച്ചോളാന്നാ പറഞ്ഞത്. ഞാൻ പറയാറുണ്ട് ഒരു പെഗ് മേടിച്ചു കൊടുത്തിട്ട് അപ്പച്ചനങ്ങ് കീ കൊടുത്ത് വിട്ടാ മതി, അങ്ങ് പൊക്കോളൂന്ന്. പക്ഷെ അപ്പച്ചൻ പറഞ്ഞു ഹറാമാന്ന് പറഞ്ഞു കേട്ടോ. संभाल के रखना प्यार अपना सब चकना और किसी पे गौर कर मेरे पास तो बोल मुझे तू हाय नी तेरा അപ്പോൾ താങ്കളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പച്ചൻ വന്നിരുന്നോണ്ട് വൈബായിരുന്നു. അപ്പച്ചന് പൊക്കക്കുറവായതുകൊണ്ട് തനിക്ക് കറക്കണോ അപ്പച്ചന് കറക്കണോന്ന് അറിയത്തില്ല. അപ്പച്ചനെ ഞാൻ കറക്കാൻ നോക്കിയപ്പോ അപ്പച്ചൻ പറഞ്ഞു ഞാൻ കറക്കാൻ. അവര് ഞങ്ങളുടെ പേരെല്ലാം പഠിച്ചിട്ട് ശ്രുതി ഡാൻസ് കളിക്കുക. അവര് മീൻസ് അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവർ ഇറാനീസാണ്. അപ്പം അവരുടെ ഇതിൽ അവർ കുറേ നേരം ഇങ്ങനെ അതും ഇതൊക്കെ നോക്കി കുറേ, എന്നാലും ഒന്നും ഭാഷ അറിയത്തില്ലെങ്കിലും ഭയങ്കര വൈബ് വർത്താനമൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല ഷോ ആയിരുന്നു അല്ലേ, അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മണിക്കുട്ടി ഉറങ്ങുകയാണോ? ഉണരൂ ഉപഭോക്താവേ ഉണരൂ. കറക്റ്റ് ഫോട്ടോ എടുക്കാൻ തന്നെ എന്തെങ്കിലും അഭിപ്രായം കാണിക്കും. സെറ്റപ്പ് ആയിരുന്നല്ലേ മറ്റേ സംഭവം. നമ്മള് കരക്കെടുത്തു 2 മണിക്കൂറായി അല്ലേ? പെട്ടെന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ പോകും. ഇനിയും ബർഗർ ഇവിടെ നിന്ന് കിട്ടിയത് പകുതി കഴിച്ചില്ലല്ലോ, എന്നിട്ട് വിശക്കുന്നു, എന്നിട്ട് ബർഗർ വേണമെന്ന്. എനിക്ക് നാളെ ഡ്യൂട്ടി ഉള്ളതാ, ബർഗറും ഇല്ല ഒന്നുമില്ല. ഓക്കെ നൻപനെ ഞാൻ കൊല്ലും. ഇവനെ നമ്പിയാ ഞാൻ ഇങ്ങനായ. അയ്യോ ഞങ്ങള് 3 പേരും കൂടെ പൊളിയാ കേട്ടോ. തമാശയുണ്ട്, കൊറേ ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ പാട്ടിന്റെ ഇടയ്ക്ക് അതൊക്കെ പോയി അല്ലേ. ഇത് വരുമെന്ന് കോപ്പിറൈറ്റ് വരുമെന്ന് അറിയത്തില്ലാത്തോണ്ടേ മെയിൻ പോർഷൻ ഒക്കെ കട്ടായി പോയി. അതെ, പക്ഷെ ശരിക്കും വല്ല ഹിന്ദിയോ മലയാളം പാട്ടൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി കളിക്കുമായിരുന്നു. നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു. ഇതിപ്പം എനിക്ക്
നമ്മ അതെ ഭാഷരത്തിലുണ്ട്. ഏതായാലും സാരമില്ല, മാളക്കുട്ടിയുടെ ഡാൻസ് ഒക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി എന്തെങ്കിലും ലെങ്ത് കുറവുണ്ടെങ്കിൽ ശ്രീകുട്ടൻ ആഡ് ചെയ്തായിരിക്കും. പോയേക്ക്, എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്.